നമുക്ക് അയോധ്യയിലേക്ക് ഒന്ന് പോകണം. കഴിഞ്ഞ ദിവസമാണ് 23-നാണ് അയോധ്യയുടെ പ്രതിഷ്ഠാ വാർഷികം നടന്നത്. അയോധ്യയിൽ നിരവധി കാഴ്ചകളുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം നമ്മൾ ഇലക്ട്രിക് ഓട്ടോകളെ കുറിച്ച്, അയോധ്യയുടെ നിരത്തിലൊക്കെ ഇലക്ട്രിക് ഓട്ടോകളുടെ വലിയ ഒരു സാന്നിധ്യമുണ്ട്. അവിടെ മറ്റു വാഹനങ്ങളൊന്നും കാര്യമായി അനുവദിക്കുന്നില്ല. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾ ഈ നിരത്തുകൾ കീഴടക്കിയതോടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടരുണ്ട്. പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന സൈക്കിൾ റിക്ഷാക്കാർ അവരുടെ വേദനകളിലൂടെ. മോട്ടോർ വാഹനങ്ങൾ നിരത്തിലിറങ്ങും മുൻപേ അയോധ്യയുടെ ഭാഗമായവരാണ് ഈ സൈക്കിൾ റിക്ഷാക്കാർ. പതിറ്റാണ്ടുകളായി നീളുന്ന രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ മാറ്റങ്ങൾക്കും സാക്ഷിയായവർ. ഇന്ന് അവർ വികസനത്തിനൊപ്പമില്ല. മാറ്റങ്ങളെ അമ്പരപ്പോടെ കാണാനേ അവർക്കാകുന്നുള്ളൂ. सब खत्म हो गया, सब बैटरी उठा ली, सब बैटरी की वजह से सब खत्म हो गया. जो बैटरी रिक्शा चल रहे हैं इसी वजह से कमाई डाउन हो गई. सब बेकार चल रहा है, बहुत ही सवारी नहीं मिल रही है. क्यों? सरकारी गाड़ी के आगे सरकारी गाड़ी के आगे सवारी नहीं मिल रही है. हम 70 साल से काम करते, 2 रुपया रिक्शा चलाए ना, जो दाम 10 रुपया हुआ होता है बाबूजी, नमक 1 रुपया खाते रहे नहीं. आज गरीब आदमी बुढ़े के मारे कोई उनका सवारी नहीं मिलती है. रिक्शा चला जाए, कोलता 40 किलो गाड़ी है. ननकू यादव गद्दोपुरी निवासी हैं. നിലേഷ് താക്കൂറിനും ഭൂപീന്ദർ ഗാഡിയയ്ക്കുമൊക്കെ അയോധ്യയുടെ വികസനം എന്നത് പേടി സ്വപ്നമാണ്. മോട്ടോർ വാഹനങ്ങൾ മാറി ഇലക്ട്രിക് വാഹനങ്ങൾ കടന്നു വന്നപ്പോൾ ഉള്ള പണി നഷ്ടമായി. പതിറ്റാണ്ടുകളായി പിന്തുടർന്നു വന്ന ജോലി ഉപേക്ഷിക്കാൻ മനസ്സുവരാത്തവർ മാത്രമാണ് സൈക്കിൾ റിക്ഷാക്കാരായി ഇപ്പോൾ നഗരത്തിലുള്ളത്. ആയിരക്കണക്കിന് സൈക്കിൾ റിക്ഷകൾ ഉള്ള നഗരത്തിൽ ഇപ്പോൾ അത് ചുരുങ്ങി 50-ഓ 60-ഓ ആയി മാറി. വികസനത്തിന്റെ മറ്റൊരു കാഴ്ച കൂടിയാണിത്. ആയിരക്കണക്കിന് റിക്ഷാ സർവീസുകൾ, ഈ സൈക്കിൾ റിക്ഷകൾ ഉണ്ടായിരുന്ന ഒരു നഗരമെന്ന് പറയാൻ പറ്റില്ല, പണ്ടത്തെ അയോധ്യ എന്ന ഗ്രാമം. ഇപ്പോൾ ഈ റിക്ഷകൾ വന്നപ്പോൾ കുറഞ്ഞത് ഇത്തരം റിക്ഷകളാണ്, സൈക്കിൾ റിക്ഷകളാണ്. ഇവർക്ക് സവാരി കുറവാണ്. കൂടുതൽ ആളുകൾ ഈ റിക്ഷകളിലേക്ക് പോയപ്പോൾ പരമ്പരാഗതമായി ഈ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഇവരിൽ പലരും ഇപ്പോൾ പട്ടിണിയിലാണ് എന്നാണ് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, അയോധ്യ.